ഇവിടെ എണ്ണശേഖരമില്ല. അസിം മുനീർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പാകിസ്ഥാനുമായി വൻതോതിലുള്ള എണ്ണ പങ്കാളിത്തം അമേരിക്ക പ്രഖ്യാപിച്ചതിന് ശേഷം ബലൂജ് നേതാവ് ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ജനറൽ അസിം മുനീറും പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പാകിസ്ഥാനിലെ എണ്ണശേഖരത്തെക്കുറിച്ച് US ഉദ്യോഗസ്ഥർക്ക് മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകിയതായി ബലൂജ് നേതാവ് മിർ യാർ ബലൂച്ച് ആരോപിച്ചു. ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായി ഒരു പുതിയ ഊർജ കരാർ പ്രഖ്യാപിച്ചു. അതിൽ രാജ്യത്ത് എണ്ണശേഖരം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും ഉൾപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന് യഥാർത്ഥ എണ്ണശേഖരമില്ലെന്നും കരസേനാ മേധാവി ജനറൽ അസിം മുനീർ US-നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ബലൂജ് നേതാവ് മിർ യാർ ബലൂച്ച് ട്രംപിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ കരാർ വിവാദത്തിന് തിരികൊളുത്തിയത്. എണ്ണയ്ക്കും മറ്റ് പ്രകൃതി വിഭവങ്ങൾക്കും മേലുള്ള പാകിസ്ഥാന്റെ അവകാശവാദം മിർ യാർ ബലൂച്ച് നിരസിച്ചു. എണ്ണ, വാതകം, ചെമ്പ്, ലിഥിയം, യുറേനിയം, അപൂർവ ഭൂമി ധാതുക്കൾ എന്നിവയുടെ കരുതൽ പഞ്ചാബിലോ പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലോ അല്ല, മറിച്ച് അതെല്ലാം ബലൂചിസ്ഥാനിലാണെന്നും അവ ഇസ്ലാമാബാദിൻ്റേതല്ല, ബലൂച്ച് ജനതയുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിൽ ട്രംപ് മുനീർ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംഭവിച്ചു? 2025 ജൂണിൽ ജനറൽ അസിം മുനീറും പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൗസിൽ ഒരു ഉന്നത ഉച്ചഭക്ഷണ യോഗം നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട ധാതുക്കളുടെ വിശാലമായ ശേഖരത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ബലൂചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് ആ മേഖലയിൽ താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ ദേശീയ അസംബ്ലി അടുത്തിടെ US-ഉമായി തന്ത്രപരമായ ധാതുക്കളുടെ കാര്യത്തിൽ ഒരു സാധ്യതയുള്ള കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ചർച്ചയ്ക്കിടെ ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ട്രംപുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ജനറൽ മുനീർ വാഷിംഗ്ടണിലേക്ക് പോയതായി ഒരു നിയമസഭാംഗം പറഞ്ഞു. പാകിസ്ഥാൻ തൻ്റേതല്ലാത്ത വിഭവങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബലൂച്ച് നേതാക്കൾ ആരോപിച്ചതിലൂടെ കരാറിനെക്കുറിച്ച് ഗുരുതരമായ രാഷ്ട്രീയവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ജനറൽ മുനീർ ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് മിർ യാർ ബലൂച്ച് ആരോപിച്ചു. ജനറൽ അസിം മുനീറും പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പാകിസ്ഥാനിൽ എണ്ണശേഖരമുണ്ടെന്ന് US ഉദ്യോഗസ്ഥർക്ക് മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകിയതായി ബലൂച്ച് നേതാവ് മിർ യാർ ബലൂച്ച് ആരോപിച്ചു. പാകിസ്ഥാനിൽ എണ്ണശേഖരമില്ല. ജനറൽ മുനീർ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചു നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ ബലൂച്ച് ജനതയുടേത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകി. ബലൂചിസ്ഥാൻ വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബലൂചിസ്ഥാൻ ജനതയുടെ വ്യക്തമായ സമ്മതമില്ലാതെ ബലൂചിസ്ഥാനിലെ ഭൂമിയോ ധാതുക്കളോ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തദ്ദേശവാസികളുടെ അവകാശങ്ങൾ അവഗണിക്കുന്ന കരാറുകൾ ഉണ്ടാക്കുന്നതിനെതിരെ അദ്ദേഹം US-നും പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി. മിർ യാർ ബലൂച്ച് പങ്കിട്ട ഒരു പോസ്റ്റിൽ അദ്ദേഹം എഴുതി, ബലൂചിസ്ഥാനിലെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ധാതു സമ്പത്ത് ചൂഷണം ചെയ്യാൻ പാകിസ്ഥാന്റെ സൈന്യത്തെ അനുവദിക്കുന്നത് ഗുരുതരമായ തന്ത്രപരമായ തെറ്റായിരിക്കും. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഇവിടേക്കുള്ള അത്തരം പ്രവേശനം ISIയുടെ പ്രവർത്തനപരവും സാമ്പത്തികവുമായ ശക്തി വർദ്ധിപ്പിക്കും. ഇത് ആഗോള ഭീകര ശൃംഖല വികസിപ്പിക്കാനും തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാനും വീണ്ടും ഒരു 9/11 പോലുള്ള വലിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കും. ബലൂച്ച് ജനതയുടെ ഭൂമിക്കും പ്രകൃതി വിഭവങ്ങൾക്കും മേലുള്ള സ്വാതന്ത്ര്യത്തെയും ശരിയായ ഉടമസ്ഥാവകാശത്തെയും പിന്തുണയ്ക്കാനും സത്യം തിരിച്ചറിയാനും അമേരിക്കയോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സന്ദേശം അവസാനിപ്പിച്ചത്.